ശ്രീനാദേവി കുഞ്ഞമ്മ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചത് റേഷൻ കാർഡിൽ വ്യാജമായി പേര് ചേർത്തെന്ന് പരാതിയുടെ അടിസ്ഥാനത്തിൽ റേഷൻ കാർഡിൽ നിന്ന് പേര് വെട്ടാൻ അടൂർ താലൂക്ക് സപ്ലൈ ഓഫീസർ നിർദ്ദേശം നൽകി. ആരോപണം അടിസ്ഥാനരഹിതമാണെന്ന് ശ്രീനാദേവി കുഞ്ഞമ്മ പ്രതികരിച്ചു. പത്തനംതിട്ട ജില്ലാ പഞ്ചായത്ത് അംഗവും കോൺഗ്രസ് നേതാവുമാണ് ശ്രീനാദേവി. വിവരങ്ങളുമായി ശശിനാരായണൻ ചേരുന്നുണ്ട്. ശശിനാരായണൻ, CPI വിട്ട് ഈ കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുൻപ് കോൺഗ്രസിലെത്തിയതാണ്. കോൺഗ്രസിൻ്റെ പാനലിൽ മത്സരിച്ച് ജില്ലാ പഞ്ചായത്ത് അംഗമായി. അതിനു മുൻപ് ശ്രീനാദേവി കുഞ്ഞമ്മ ഇടതുപക്ഷത്തിൻ്റെ ഭാഗമായി ജില്ലാ പഞ്ചായത്ത് അംഗമായിരുന്നു. അന്നൊന്നും ഇല്ലാത്ത വിവാദം, പരാതി അതിപ്പോൾ ഉയർന്നു വരുന്നതിന് പിന്നിൽ കൃത്യമായ രാഷ്ട്രീയമില്ലേ? ടോം, തീർച്ചയായിട്ടും ശ്രീനാദേവി കുഞ്ഞമ്മ ഈ രാഷ്ട്രീയപരമായുള്ള ഒരു ആരോപണമാണ് എന്നുള്ള കാര്യമാണ് ഉറച്ചു നിൽക്കുന്നത്. എന്തായാലും ഈ കേസുമായി ബന്ധപ്പെട്ട് ശ്രീനാദേവി കുഞ്ഞമ്മയ്ക്കെതിരെ ആദ്യമായി തുവേർ സ്വദേശി രണ്ടുപേരാണ് പരാതി നൽകിയത്. അത് വ്യാജമായി ശ്രീനാദേവി കുഞ്ഞമ്മ റേഷൻ കാർഡിൽ പേര് ചേർത്തതിനു ശേഷമാണ് മത്സരിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ റേഷൻ കാർഡിലെ ഉടമയുടെ ബന്ധു എന്ന നിലയ്ക്ക്, റേഷൻ കാർഡിന്റെ പേരുള്ള ഉടമയുടെ ഭർത്താവിന്റെ സഹോദരിയുടെ സഹോദരി എന്ന നിലയ്ക്കാണ് ഈ പേര് ചേർത്തിട്ടുള്ളത്. അത് വ്യാജമാണെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ആ പരാതിയിന്മേല് അടൂർ താലൂക്ക് സപ്ലൈ ഓഫീസർ വിശദമായി പരിശോധന നടത്തുകയും അത് അത്തരത്തിൽ വ്യാജമാണെന്ന് കണ്ടെത്തുകയും ചെയ്തു. പിന്നീട് ആ റേഷൻ കാർഡ് തന്നെ, അത്തരത്തിൽ വിലാസത്തിൽ ആളില്ലാത്തപ്പോൾ തന്നെ ആ റേഷൻ കാർഡ് തന്നെ റദ്ദാക്കുന്ന നടപടിയിലേക്ക് പോയി. അതേസമയം ശ്രീനാദേവി കുഞ്ഞമ്മ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പറയുന്നത്, ഈ റേഷൻ കാർഡിലെ ഉടമയായ വ്യക്തിയും ഞങ്ങളും, അതായത് താനും ബന്ധുക്കളാണ്. എന്റെ സ്വന്തക്കാരായ ആളുകൾ തന്നെയാണ് ഈ പരാതി നൽകിയിട്ടുള്ളത്. കുടുംബപരമായുള്ള ബന്ധുക്കാരാണ്. നേരത്തെ ഈ വിലാസത്തിൽ തന്നെയാണ് തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചിട്ടുള്ളത്. അത് CPIയുടെ സ്ഥാനാർത്ഥിയായിട്ടാണ് മത്സരിച്ചത്. അന്നൊന്നുമില്ലാത്തൊരു പരാതിയാണ് ഇപ്പോൾ കോൺഗ്രസിലേക്ക് വന്നപ്പോൾ ഉന്നയിക്കുന്നത്. അത് രാഷ്ട്രീയത്തിന്റെ ഒരു പകപോക്കലിന്റെ ഭാഗമായി മാത്രമാണ് ഇത്തരമൊരു പരാതിയും ആരോപണവും ഉന്നയിക്കുന്നതെന്നാണ് ശ്രീനാദേവി കുഞ്ഞമ്മ പറയുന്നത്. എന്തായാലും ഇത് സംബന്ധിച്ച് നിയമപരമായി നേരിടാനാണ് ശ്രീനാദേവി കുഞ്ഞമ്മ തീരുമാനിച്ചിട്ടുള്ളത്. അത് പരാതിയുമായി മുന്നോട്ട് പോകുമെന്നും വ്യക്തമാക്കുന്നു. അതേസമയം റേഷൻ കാർഡുമായി ബന്ധപ്പെട്ട് അവരുടെ രണ്ടുപേരാണ്, തുവേർ സ്വദേശികളായ രണ്ടുപേരാണ് ഈ പരാതി ഉന്നയിച്ചിട്ടുള്ളത്. അത് കൃത്യമായി പറയുന്നത് വ്യാജമായ മേൽവിലാസത്തിൽ കൂടെയാണ് വോട്ടർ ലിസ്റ്റിൽ പേര് വരികയും പിന്നീട് മത്സരിക്കുകയും ചെയ്തത്. എന്തായാലും അതിനെതിരെ കർശനമായ നടപടി ഉണ്ടായിരിക്കുന്നു. ആ റേഷൻ കാർഡിൽ ഇപ്പോൾ ആ റേഷൻ കാർഡിന്റെ മേൽവിലാസത്തിൽ ആളതാമസം ഇല്ലാത്തതുകൊണ്ട് തന്നെ ആ റേഷൻ കാർഡ് റദ്ദാക്കുന്ന നടപടിയിലേക്ക് താലൂക്ക് സപ്ലൈ ഓഫീസർ പോയിരിക്കുന്നു. അതാണ് നിലവിലുള്ള സാഹചര്യം. എന്തായാലും ശ്രീനാദേവി കുഞ്ഞമ്മ ഇതുമായി ബന്ധപ്പെട്ട് നിയമ നടപടിയിലേക്ക് പോകും. രാഷ്ട്രീയ പകപോക്കൽ, അതായത് CPI ഭരിക്കുന്ന വകുപ്പായതുകൊണ്ട് തന്നെയാണ് തന്നെ ബലിയാടാക്കിക്കൊണ്ട് ഇതിൽ നിന്നും രാഷ്ട്രീയ പകപോക്കലാണ് എന്നുള്ള കാര്യമാണ് ശ്രീനാദേവി കുഞ്ഞമ്മ വ്യക്തമാക്കുന്നത്. നിയമപരമായി നേരിടുമെന്നാണ് ശ്രീനാദേവി കുഞ്ഞമ്മ പറയുന്നത്. കാരണം ശശിനാടൻ, നമുക്കറിയാം ഈ CPI വിട്ട് കോൺഗ്രസിലെത്തിയതിന് പിന്നാലെ ശ്രീനാദേവി കുഞ്ഞമ്മയ്ക്കെതിരെ സൈബറിടത്ത് വലിയ രീതിയിൽ ആക്രമണം ഉണ്ടായതാണ്. മാത്രമല്ല ഇടതുപക്ഷത്തിനെതിരെ ഇപ്പോൾ കോൺഗ്രസിൻ്റെ ഭാഗത്ത് നിന്നുള്ള ഏറ്റവും ശക്തമായി നിലപാട് സ്വീകരിക്കുന്ന ഒരു വ്യക്തി കൂടിയാണ് ശ്രീനാദേവി കുഞ്ഞമ്മ. അവർ ഈ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ചില മണ്ഡലങ്ങളിലേക്ക് ശ്രീനാദേവിയുടെ പേര് പോലും ഉയർന്നു കേൾക്കുന്നുണ്ട്. അത്രയ്ക്കും ഈ സമീപകാലത്ത് വലിയൊരു സോഷ്യൽ മീഡിയയിലടക്കം മാധ്യമങ്ങളടക്കം ഒരു താരപരിവേഷത്തോടെ ഉയർന്നു വന്ന യുവ നേതാവ് കൂടിയാണ്. അതൊക്കെയാണോ ഈ ഇടതുപക്ഷത്തെ, പ്രത്യേകിച്ചും CPIക്കാരെ പ്രകോപിപ്പിക്കുന്നത്? ടോം, തീർച്ചയായിട്ടും അത്തരം കാര്യങ്ങൾ തന്നെയാണ്. ഒരുപക്ഷെ രാഷ്ട്രീയപരമായി നോക്കുമ്പോൾ അത്തരം സാഹചര്യത്തിനാണ്. CPIയിൽ നിന്നാണ് സജീവ പ്രവർത്തകയായിരുന്നു. നേരത്തെ ഭാരവാഹിത്വമൊക്കെ ഉള്ള ആളായിരുന്നു. തുടർന്ന് പാർട്ടിയുമായി നേതൃത്വമായി ഉണ്ടായ ചില പിണക്കങ്ങളും ആരോപണങ്ങളും ഒക്കെയാണ് പിന്നീട് ആ പാർട്ടിയിൽ നിന്ന് രാജിവെച്ച് കോൺഗ്രസിലേക്ക് വരാനുള്ള കാരണം. ആ കോൺഗ്രസിന്റെ CPI സ്ഥാനാർത്ഥിയായി മത്സരിച്ച ഡിവിഷനിൽ നിന്ന് തന്നെയാണ് കോൺഗ്രസ് സ്ഥാനാർത്ഥിയായിട്ട് മാറിയപ്പോഴും മത്സരിച്ച് വിജയിച്ചപ്പോൾ ജില്ലാ പഞ്ചായത്ത് അംഗം കൂടിയാണ് ശ്രീനാദേവി കുഞ്ഞമ്മ. അത്തരത്തിൽ അത് CPIക്കും ഇടതുപക്ഷ LDPക്ക് ഒരു വെല്ലുവിളിയായി തന്നെ ശ്രീനാദേവി കുഞ്ഞമ്മ മാറിയിട്ടുണ്ട്. അത് സ്വാഭാവികമായി രാഷ്ട്രീയപരമായുള്ള കാര്യങ്ങളിലൊക്കെ പലതരത്തിലുള്ള പോസ്റ്റുകളും ഇത്തരത്തിൽ സോഷ്യൽ മീഡിയയിൽ ശ്രീനാദേവി കുഞ്ഞമ്മ ഇടാറുണ്ട്. രാഷ്ട്രീയപരമായ ഒരു പ്രതികരണങ്ങളും അതുപോലെ തന്നെ മറ്റ് CPIക്കെതിരെയുള്ള ശക്തമായ നിലപാടുകളും കോൺഗ്രസിൽ നിന്നുകൊണ്ട് തന്നെ ശ്രീനാദേവി കുഞ്ഞമ്മ സ്വീകരിക്കുന്നു. ഇതൊക്കെ ഒരുപക്ഷെ രാഷ്ട്രീയപരമായ
ഒരു പ്രകോപനം CPIക്ക് ഉണ്ടായിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. എന്തായാലും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഈ റേഷൻ കാർഡിൽ പേര് ചേർത്തതുമായി ബന്ധപ്പെട്ട് ഈ പരാതി നൽകിയിട്ടുള്ള രണ്ടുപേരും ആ പരാതി നൽകിയതിന്റെ അടിസ്ഥാനത്തിലാണ് പരിശോധന നടത്തിയത്. ആ പരിശോധനയിൽ ഈ പറയുന്ന കാര്യങ്ങൾ വ്യക്തമായതിനെ തുടർന്നാണ് താലൂക്ക് സപ്ലൈ ഓഫീസർ റേഷൻ കാർഡ് റദ്ദാക്കിയിട്ടുള്ള. നിലവിലത്തെ സാഹചര്യത്തിൽ ഈ റേഷൻ കാർഡിലെ ഉടമ സ്ത്രീയാണ്. അവർ 2024 മരണപ്പെട്ടിട്ടുണ്ട്. പിന്നെ ആ കാർഡ് ഉടമയുമായി ബന്ധപ്പെട്ട ആളുകളില്ലാത്തതുകൊണ്ട് തന്നെ ആ മേൽവിലാസമുള്ള റേഷൻ കാർഡ് റദ്ദാക്കാനുള്ള ഒരു നടപടിയിലേക്കാണ് പോയിരിക്കുന്നത്. പക്ഷേ ഇക്കാര്യങ്ങളെല്ലാം ശ്രീനാദേവി കുഞ്ഞമ്മ പൂർണ്ണമായി നിഷേധിക്കുകയാണ്. കാരണം ഈ കുടുംബവുമായി തനിക്ക് ബന്ധമുണ്ട്, ഈ പരാതിക്കാരുമായി തനിക്ക് ബന്ധമുണ്ട്, തന്റെ രാഷ്ട്രീയ ഭാവി തർക്കത്തിന് വേണ്ടിയാണ്. വ്യക്തമാണ്, ആരോപണം അടിസ്ഥാനരഹിതമാണെന്നാണ് ശ്രീനാദേവി പറയുന്നത്. ഇതിനെ രാഷ്ട്രീയപരമായും നിയമപരമായും നേരിടാനാണ് അവരുടെ തീരുമാനം. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.